യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അല്ല, നിനക്ക് ഈ കുക്കു മേരി ജോണുമായിട്ട് എന്താ ബന്ധം? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാനവളെ കണ്ടു സിറ്റിയിലെ സ്പായിൽ വെച്ച്. ഒരു ഇടിവെട്ടുരുപ്പടിയാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉള്ളത് പറ. ആ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ ഗിരിജ. അല്ല, അവക്ക് എത്ര വയസ്സ് കാണും? ഒരു 30. എനിക്കെങ്ങനെ അറിയാൻ പറ്റും? പോട്ടെ, പിടിച്ചോളാം. അമ്മയുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് മകൻ രൂപേഷിന്റെ അപേക്ഷ. കൃത്യമായി എനിക്ക് സമയാസമയങ്ങളിൽ ഇഷ്ടമുള്ള ആഹാരം കിട്ടിക്കൊണ്ടിരുന്നതാ. എന്നാൽ കല്യാണം കഴിച്ച ശേഷം എനിക്കുള്ള ഭക്ഷണ കാര്യത്തിൽ ചിലർ ഇടപെടുന്നതായി പരാതിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് 7 മുട്ട കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോ 3 മുട്ട, അതും വെള്ളക്കറി മാത്രമാണ് തരുന്നത്. എല്ലാവർക്കും ഇവിടെ ചിക്കൻ കറിയുണ്ട്, എനിക്ക് മാത്രം ക്യാരറ്റും വെള്ളരിയും തക്കാളിയും, ഒരു ചപ്പാത്തി. എല്ലാരും കേട്ടോണം, വെറും ഒരു ചപ്പാത്തി മാത്രം എനിക്ക് തരുന്നത്. എല്ലാ ദിവസവും താക്കോല് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് തന്നിരുന്ന ബിരിയാണി വരെ തടഞ്ഞു വെച്ചിരിക്കുക. എന്തിന്? താക്കോലിനെ പോലും കാണാൻ കിട്ടുന്നില്ല. ആയതിനാൽ അമ്മ പ്രശ്നത്തിൽ ഇടപെടണമെന്നും സമയത്ത് ആഹാരം തന്നു ഈ മകനെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. ഭർത്താവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു ഭാര്യ സ്വന്തം ഭർത്താവിന്റെ ആഹാരക്രമത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും രൂപേഷിന്റെ ഭക്ഷണകാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സർവ്വ അധികാരവും ദർശനയിൽ നിക്ഷിപ്തമായിരിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ തൽക്കാലം നിവർത്തിയില്ലെന്ന് വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു. പവി, നീ എന്താ ബലം പിടിച്ചിരിക്കുന്നത്? നീയാണോ ഇപ്പോഴത്തെ മസിലളിയൻ? നീ എവിടെ പോവാ? ഞാൻ വന്നതുകൊണ്ടാണോ? ആണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അമ്മേ, നിങ്ങൾ കഴിക്കേ, ഞാൻ ഇപ്പൊ വരാം. ഗിരിജ, ആ സിഗരറ്റിങ്ങതാ. എടി, നിന്റെ അടുത്തല്ല ഞാൻ. എന്ന് തുടങ്ങി പവി പുതിയ ശീലങ്ങളൊക്കെ?
നീ കുടിച്ചിട്ടുണ്ടല്ലേ? എന്റെ പഴയ തങ്കൂട്ടൻ ഒരുപാട് മാറിപ്പോയി. തങ്കൂട്ടൻ, ഞാൻ പോലും മറന്നുപോയി കുട്ടിക്കാലത്ത് എന്റെ വിളിപ്പേര്. എല്ലാം പവി മറന്നു. കോളേജിന്റെ അവധിക്കാലത്ത് നീ ഇതുപോലെ ഒളിച്ചിരുന്ന് വലിച്ചത് സിഗരറ്റ് അല്ല, പറമ്പിലെ ഏതോ പണിക്കാരുടെ ബീഡി മോഷ്ടിച്ച നീ വലിച്ചത്. കയ്യോടെ എന്റെ തങ്കൂട്ടനെ പിടികൂടി വിശ്വേട്ടന്റെ മുന്നിൽ ഹാജരാക്കി. ആമ്പിളരായാൽ അങ്ങനെയൊക്കെയാ. ഇവൻ കോളേജിലായപ്പോ അല്ലേ വലിച്ചത്, അതും വെക്കേഷന്. ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങി ബീഡി വലിക്കാൻ, അതും കട്ട്. എന്നാ വിശ്വേട്ടൻ പറഞ്ഞത്. തങ്കൂട്ടനെ തല്ലുന്നത് കാണാമെന്ന ചേച്ചി ആരായി? ശശിയായി. ഞാൻ ആ വഴക്കെങ്ങനെ മൂപ്പിച്ച് ഒരു പൊട്ടിത്തെറിയിൽ എത്തിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അയാളുടെ അമ്മായിയമ്മയുടെ ഒരു പൊട്ടിച്ചിരി. ഇപ്പൊ ചെന്ന് ആ മുതുക്കി പെണ്ണും പിള്ളയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് മുള കരച്ച അമ്മിക്കല്ലില് പരപരാന്നുരച്ച് വെളുപ്പിക്കണം. പണ്ടേ വിശ്വേട്ടൻ പറഞ്ഞ വേറൊരു തമാശ പറഞ്ഞുതരാം. അയാൾക്കുടെ അമ്മായിയമ്മ എന്ന് പറയുമ്പോ അച്ഛന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ അമ്മ. ശരിയാ, അവരുടെ മോന്ത പിടിച്ച് നിലത്തുരയ്ക്കണം എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെന്ന ഉടനെ തുടങ്ങും ഉപദേശത്തിന്റെ നീണ്ട കഥ. ഡിഡി വേണ്ട, തോർത്തെടുത്തില്ല. നോക്കിയേ, ഇയാളെന്താ മരപ്പെട്ടിക്കുണ്ടായതാണോ? തത്തയെ പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെ ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുത്തതല്ലേ. ഈ തക്ക നോക്കി എന്തെല്ലാം എഴുതി വാങ്ങിക്കാമെന്ന് വരെ പറഞ്ഞു കൊടുത്തു. എഴുതി വാങ്ങിക്കാനോ? എന്ത്? എടി, നമ്മൾ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് കാളമുക്രിയിടും പോലെ സുമംഗല തങ്കച്ചി പറഞ്ഞില്ലേ? അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോവാൻ പറ്റുമോ? ഇന്നതൊക്കെ എഴുതി തരണമെന്ന് ഡിമാൻഡ് വെക്കും. അന്ന് പിന്നെ വിശ്വേട്ടൻ കുടിക്കാൻ വേണ്ടി പോയ സമയത്ത് തോർത്തില്ലായിരുന്നു. മരുമോളെ പത്തായത്തിനകത്തേക്ക് കേറ്റാനുള്ള വെപ്രാളത്തില് ചോദിക്കുന്നതൊക്കെ തരും. ചോദിക്കുന്നതൊക്കെ കിട്ടാൻ എളുപ്പാ. അപ്പച്ചിയോടും ദർശനയോടും ഒക്കെ നല്ല റിലേഷൻ ഉണ്ടാക്കുന്നതല്ലേ. അതല്ലേ അച്ഛൻ അപ്പച്ചിയുടെ അടുത്തും ഏത് ഞങ്ങള് രണ്ടിടത്തും അപ്പച്ചിയുടെ അടുത്തും ദർശനയുടെ അടുത്തും സോപ്പിട്ട് നിൽക്കുന്നത്.